എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ ഉണ്ടാകും എന്ന അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 100 പേർ വീഡിയോ കണ്ടാൽ പോലും 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഘട്ടത്തിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് പെട്ടെന്നൊന്ന് എത്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC റിസൾട്ട് 2024 റിസൾട്ട് ഉടനുണ്ടാകുമെന്നൊക്കെയുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ slcexam.kerala.gov.in എന്ന വെബ്സൈറ്റാണ് വിദ്യാർത്ഥികൾക്ക് SLC പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലൂടെ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പത്രസമ്മേളനം വിളിച്ച് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറിനകം തന്നെ എന്ത് ചെയ്യും? തീർച്ചയായും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. ഇത് ലോക്കൽ വെബ്സൈറ്റോ അതായത് ഫേക്ക് വെബ്സൈറ്റോ ഒന്നുമല്ല. കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് slcexam.kerala.gov.in എന്ന വെബ്സൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ വെബ്സൈറ്റാണ്. SLCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് SLC റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ വിചാരിച്ച മാർക്കോ എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും SLC എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇമ്പ്രൂവ്മെൻറ്റ് സംബന്ധിച്ച് പരീക്ഷ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ slcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അതിൻ്റെ സർക്കുലറും കാര്യങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ് +1 അപേക്ഷ നൽകാൻ സാധിക്കുക. അതായത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, അതായത് SLC ഫെയിലാകുന്ന വിദ്യാർത്ഥികൾക്ക് +1 അലോട്ട്മെൻറ്റ് നൽകാൻ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നതിന് ശേഷമേ സാധിക്കൂ. അതായത് SLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ അപേക്ഷ നൽകാം. പക്ഷേ SLC ഫെയിലാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതി ജയിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴും തന്നെ സപ്ലിമെൻ്ററി ഘട്ടത്തിലാണ് അവസരം ലഭിക്കുക. കാരണം അപ്പോഴത്തേക്കും സപ്ലിമെൻ്ററി ഘട്ടം വരെ എത്തും. അപ്പോൾ സപ്ലിമെൻ്ററി ഘട്ടം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി ഘട്ടം അലോട്ട്മെൻറ്റ് ആരംഭിക്കൂ. അതിന് കാരണം എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇപ്പോൾ SLC പരീക്ഷ പല വിദ്യാർത്ഥികൾ ഫെയിലായാൽ പോലും എല്ലാ വർഷവും തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിയുമ്പോൾ അത് ജയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്കും +1 പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. അവർക്കും അലോട്ട്മെൻറ്റൊക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കും അതിനുള്ള അവസരം നൽകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അവസരമൊരുക്കുക. അപ്പോൾ ഏതായാലും തന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാർത്ഥികൾക്ക് slcexam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അറിയാൻ സാധിക്കും. ഒന്നും കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക, slcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലായിരിക്കും റിസൾട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ പോലും 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. 7000 എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് 7000 എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ.